Hi to all, welcome back to FouzLimz World. ദേശാഭിമാനി ദിനപത്രം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അക്ഷരമുറ്റം ക്യൂസ് മത്സരത്തിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് പി ജയചന്ദ്രൻ. എന്നാൽ പ്രഥമ ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ടി.ഇ. വാസുദേവൻ. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയങ്ങൾ. ജയ ജയ കേരള കോമള ധരണി എന്ന കേരളത്തിന്റെ സാംസ്കാരിക ഗാനം എഴുതിയത് ആരാണ്? ബോധേശ്വരൻ. സേഫ്റ്റി പിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? വാൾട്ടർ ഹണ്ട്. നാഗ്പൂരാണ് ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത്. എന്നാൽ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നാസിക്. ചക്കയാണ് കേരളത്തിന്റെ സംസ്ഥാന ഫലം. എന്നാൽ ചക്കപ്പഴം ഏത് രാജ്യത്തിന്റെ ദേശീയ ഫലമാണ്? ബംഗ്ലാദേശ്. പോസ്റ്റൽ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ആഗോളതാപനം മരമാണ് മറുപടി. ഇത് കേരളത്തിലെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹരിത കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരം കോട്ടയമാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? എറണാകുളം. 2021 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ടാൻസാനിയൻ സാഹിത്യകാരൻ ആരാണ്? അബ്ദുൾ റസാഖ് ഗുർണ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 17. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവസ്തു ഏതാണ്? ഡയോക്സിൻ. 2021 ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? രഘുനാഥ് പാലേരി. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5 ജില്ലകൾ: തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം, മലബാർ, കൊല്ലം. എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്നു പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായ്. കോവിഡുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഡൽഹി. കേരളത്തിൽ എത്ര നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്? 140. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പാടത്തിറങ്ങി പണി ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ? അയ്യങ്കാളി. ഏത് ദിവസമാണ് നോബൽ സമ്മാനം വിതരണം ചെയ്യുന്നത്? ഡിസംബർ 10. ആൽഫ്രഡ് നോബലിന്റെ ചരമദിനമാണ് ഡിസംബർ 10. ആധാർ കാർഡ് ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ്? അതുൽ പാണ്ഡെ.
2021 പ്രഖ്യാപിച്ച 51ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമേത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായ കേരള സവാരി ഏത് ജില്ലയിലാണ് ആരംഭിക്കുന്നത്? തിരുവനന്തപുരം. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി 3-ാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനം? കേരളം. ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം റോക്സ്ബർഗ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ ലൈൻ 2021 ഡിസംബർ 31 പ്രവർത്തനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ചൈന. ഷാങ് മെട്രോ ലൈൻ. ഗംഗാജല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച കരാറാണ്? ഇന്ത്യയും ബംഗ്ലാദേശും. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ബുധൻ. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന ഫലം ഏത്? ഏത്തപ്പഴം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല? കണ്ണൂർ. 51ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? ജയസൂര്യ. 51ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട നടി ആരാണ്? അന്നാബെൻ. If you like my video, please don't forget to like, share and subscribe. Thanks for watching. God bless you all. See you at next video. Bye bye. Take care.